കേരളം വിധി എഴുതി കഴിഞ്ഞു. ഇനി 6 സുന്ദര രാത്രികൾ മാത്രം. വോട്ടെണ്ണൽ ദിനം അടുക്കുമ്പോൾ കേരളത്തിന്റെ മനസ്സ് എങ്ങോട്ടാണ് എന്ന കൃത്യമായ സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇടതുപക്ഷത്തിന്റെ കപടമായ PR വർക്കുകൾക്കും അഴിമതി ഭരണത്തിനും അന്ത്യം കുറിച്ചുകൊണ്ട് UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന വാർത്തകൾ കേൾക്കാൻ കൊതിക്കുകയാണ് ഓരോ ജനാധിപത്യ വിശ്വാസികളും. 80 സീറ്റുകളിൽ കുറയാത്ത ഭൂരിപക്ഷത്തോടെ UDF ഭരണം തിരിച്ചുപിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നും ഒരു തരംഗമുണ്ടായാൽ അത് 100 സീറ്റുകൾ വരെ കടക്കാം എന്നുമാണ് താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ LDF ക്യാമ്പുകളിൽ അമിതമായ ആത്മവിശ്വാസമില്ല എന്നതാണ് സത്യം. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് അവർ പുറമെ പറയുന്നുണ്ടെങ്കിലും മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ UDFന് അനുകൂലമായത് ഇടതുപക്ഷത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. 78 സീറ്റുകൾ എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താമെന്നാണ് CPM അവകാശപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ 98 സീറ്റുകളിൽ നിന്ന് ഇത്തവണ അവർക്ക് വലിയ ഇടിവുണ്ടാകുമെന്നാണ് CPM സെക്രട്ടേറിയറ്റ് തന്നെ സമ്മതിക്കുന്നത്. മുസ്ലിം വോട്ടുകൾ പോയതുകൊണ്ട് ഈഴവ വോട്ടുകളിൽ കടിച്ചു തൂങ്ങാമെന്നതാണ് LDFന്റെ ശ്രമം. എന്നാൽ ഈഴവ വോട്ടുകൾ ഒന്നടങ്കം LDFന് ലഭിക്കുമെന്നത് അവരുടെ വെറും വ്യാമോഹം മാത്രമാണ്. കൊല്ലമടക്കമുള്ള തെക്കൻ കേരളത്തിൽ ഈഴവ വോട്ടുകൾ പതിവില്ലാത്ത വിധം UDFനെ തുണച്ചിട്ടുണ്ട് എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. യുവ വോട്ടുകളുടെ ഒഴുക്ക് ഇത്തവണ UDFന് വലിയ കരുത്തായിട്ടുണ്ട്. തൊഴിലില്ലായ്മയും പിൻവാതിൽ നിയമനങ്ങളും മൂലം വലഞ്ഞ കേരളത്തിലെ യുവത്വം ഈ സർക്കാരിനെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചു എന്നതിന്റെ തെളിവാണ് പോളിംഗ് ശതമാനത്തിൽ കണ്ടത്. ജെൻസി വോട്ടുകൾ ആരെ തുണച്ചു എന്ന കാര്യത്തിൽ ഇടതുമുന്നണിക്ക് വലിയ ആശയക്കുഴപ്പമുണ്ട്. എന്നാൽ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറ UDFനെ കൈപിടിച്ച് എന്നതിൽ ജനങ്ങൾക്ക് തർക്കമില്ല. 4 ജില്ലകളിൽ ഇടതുപക്ഷം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുമെന്ന UDFന്റെ കണക്കുകൾ അതിശയോക്തിയല്ല, മറിച്ച് യാഥാർത്ഥ്യമാണ്. ഭൂരിപക്ഷം ഉറപ്പാകുമെന്ന് സംശയമില്ലാത്ത അവസ്ഥ വന്നതോടെയാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പോലും മാക്കം കൂടിയത്. ഇത് ആത്മവിശ്വാസത്തിന്റെ പുറത്തുള്ള ചർച്ചകളാണ്. അതേസമയം BJP 3-4 സീറ്റുകളിൽ വിജയിക്കുമെന്നും തൂക്കുസഭ വരുമെന്നും അവകാശപ്പെടുന്നുണ്ടെങ്കിലും കേരളത്തിന്റെ മണ്ണിൽ അത്തരം വർഗീയ നീക്കങ്ങൾ നടക്കില്ല എന്ന് ജനങ്ങൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇടതുമുന്നണികളും 68 സീറ്റുകളിൽ മുട്ടി നിൽക്കുമെന്ന BJPയുടെ കണക്കുകൂട്ടൽ വെറും ദിവാസ്വപ്നം മാത്രമായി അവശേഷിക്കും. എഴുത്തുകാരൻ NS മാധവനെ പോലുള്ളവർ LDFന് 75 സീറ്റുകൾ പ്രവചിച്ച് ഇടതുപക്ഷത്തിന് ആശ്വാസം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം പ്രവചനങ്ങൾ വോട്ടെണ്ണൽ ദിനത്തിൽ തകർന്നടിയുമെന്നതാണ് വിലയിരുത്തൽ. UDF അധികാരത്തിൽ വരുമെന്ന് ഓരോ വോട്ടറും വിശ്വസിക്കുന്നുണ്ട്. ഭരണം കിട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് CPM നേതാക്കൾ 100 സീറ്റുകൾ കടക്കില്ല എന്നും നേരിയ ഭൂരിപക്ഷമേ ലഭിക്കൂ എന്നതും മുൻകൂർ ജാമ്യമെടുക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ അഴിമതിക്കും സ്വജന പക്ഷപാതത്തിനും എതിരെ വിധി എഴുതി കഴിഞ്ഞു. 6 ദിവസത്തിന് ശേഷം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് വിജയ വാർത്തകൾ പുറത്തുവരുമ്പോൾ അത് UDFന്റെ തിരിച്ചുവരവാകും എന്ന് തന്നെ പ്രത്യാശിക്കാം.